തൊട്ട അയൽപക്കത്ത് ഒരു ആപത്തുണ്ടായാൽ അവരെ ഓടി വന്ന് സഹായിക്കുന്നവരാണ് മനുഷ്യർ. ഇന്ത്യ അത്തരത്തിൽ അയൽ രാജ്യങ്ങളോട് മനുഷ്യത്വം വെച്ച് പുലർത്തുന്നതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ. മ്യാൻമർ എന്ന നമ്മുടെ അയൽ രാജ്യത്തെ ആപത്തിൽ നിന്നും രക്ഷിക്കാനും ഓടിച്ചെല്ലുകയാണ് ഇന്ത്യ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതരത്തിലുമുണ്ടെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് അത് വേറെ ലെവൽ തന്നെയാണ്. ഭൂകമ്പ ബാധിത മ്യാൻമറിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 80 പേരടങ്ങുന്ന ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘത്തെ വിന്യസിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിക്കുക മാത്രമല്ല അവരെ മ്യാൻമറിലേക്ക് അയക്കുക കൂടി ചെയ്തു. ഇങ്ങനെയാണ് ഇന്ത്യ തന്റെ സഹായ ഹസ്തങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് ഒരുക്കുന്നത്. അയൽ രാജ്യത്തിന് സഹായം നൽകുന്നതിന് വേണ്ടി ഫെഡറൽ ദുരന്ത നിവാരണ സേനയിലെ ഉദ്യോഗസ്ഥരെ ഓപ്പറേഷൻ ബ്രഹ്മയുടെ കീഴിൽ ഭൂകമ്പ രക്ഷാ ഉപകരണങ്ങളുമായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. 80 പേരടങ്ങുന്ന NDRF സംഘത്തെ മ്യാൻമറിലേക്ക് അയച്ചു കഴിഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരത്തോടെ സംഘം എത്തുമെന്നാണ് പ്രതീക്ഷ. കമാൻഡന്റ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവരെ നയിക്കുമെന്നും വൃത്തങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മ്യാൻമറിലും അയൽ രാജ്യമായ തായ്ലൻഡിലും കെട്ടിടങ്ങളും പാലങ്ങളും മറ്റും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു വീഴുകയായിരുന്നു. മ്യാൻമറിൽ കുറഞ്ഞത് 1002 പേർ മരണപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. 2015 നേപ്പാൾ ഭൂകമ്പത്തിലും 2023 തുർക്കിയിലെ ഭൂകമ്പത്തിലും ഇന്ത്യ മുമ്പ് 2 തവണ വിദേശത്ത് NDRFനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക ഗതാഗത മാർഗത്തിൽ 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ ഇന്ത്യ മ്യാൻമർ നഗരമായ യങ്കോണിലേക്ക് അയച്ചു കഴിഞ്ഞു. വിനാശകരമായ ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ആശങ്ക പ്രകടിപ്പിക്കുകയും ഇരു രാജ്യങ്ങൾക്കും സാധ്യമായ എല്ലാ സഹായവും നൽകുവാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് അറിയിക്കുകയും ചെയ്തു. കിഴക്കൻ ഭാഗത്ത് മ്യാൻമറുമായി 1643 കിലോമീറ്റർ നീളമുള്ള അതിർത്തി ഇന്ത്യ പങ്കിടുന്നു. മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞു. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന് സമീപം ഉണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ശനിയാഴ്ച കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തെടുത്തതോടെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞു. 1002 പേർ മരിച്ചതായിട്ടും 2376 പേർ പരിക്കേറ്റതായിട്ടും 30 പേരെ കാണാതായിട്ടായിട്ടും രാജ്യ സൈനിക നേതൃത്വത്തിലുള്ള സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. വിശദമായ കണക്കുകൾ ഇപ്പോഴും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു. എണ്ണം ഇനി ഉയരാൻ സാധ്യതയുണ്ട്. ലോകത്തെ തന്നെ ഞെട്ടിച്ച മ്യാൻമർ ഭൂകമ്പത്തിന്റെ ഏതാനും വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. The aftermath of the terrible earthquake that has struck today in Myanmar and Thailand. Insofar as relief and assistance is concerned, we are currently analyzing the reports related to damage primarily in Myanmar. We are in touch with the official authorities in Myanmar and are also
looking at the exact requirements in terms of the assistance and relief material that might be required.